ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? രാവിലെ തന്നെ ഇന്ന് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇന്നലെ നമ്മൾ കൊണ്ടിട്ടേക്കുന്ന കമ്പനിയിൽ നമ്മൾ ടാക്കോയുടെ സമയം കഴിഞ്ഞുകൊണ്ട് ഒതുക്കിയാണ്. അങ്ങനെ രാവിലെ ഓഫീസിലൊക്കെ പോയി നമ്മൾ അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ വണ്ടി എടുത്തിട്ട് റോട്ടർഡാമിലേക്കാണ് പോകാനുള്ളത്. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഇത്. കണ്ടോ, സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ, നല്ല ചന്തം ഉണ്ടല്ലേ. ഇനി നേരെ എനിക്ക് പോകാനുള്ള റോട്ടർഡാമിലേക്കാണ്. 375 കിലോമീറ്റർ പോയിട്ട് വേണം ഈ കണ്ടെയ്നർ എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് പോകാനുള്ള റൂട്ട് കണ്ടില്ലേ, അധികം വെള്ളത്തിന്റെ അടിയിൽ കൂടെ തന്നെയാണ് പോകാനുള്ളത്. ഇത് നെതർലാൻഡിലാണ് വരുന്നത്. അങ്ങനെ ഡ്രോപ്പ് ചെയ്യാനുള്ള പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ബുക്കിംഗ് ടൈം കിട്ടിയിരിക്കുന്നത് 2 മണിയാണ്. അതുവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം 2 മണിയായപ്പോൾ നേരെ അകത്ത് കയറി നമ്മൾ ഡ്രോപ്പ് ചെയ്ത് പുറത്തിറങ്ങി വന്നു. ഇനി അടുത്ത ടാസ്ക് വരണം. ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലെ തന്നെയുള്ള 2 വണ്ടിക്കാരും കൂടെ വന്നു. അവരോട് വർത്തമാനം പറഞ്ഞിരുന്ന കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ടാസ്ക് വന്നിട്ടുണ്ട്. അടുത്തത് നേരെ ഇവിടെ അടുത്ത് തന്നെയുള്ള പോർട്ടിൽ പോയിട്ട് 2 20 ഫീറ്റിന്റെ കണ്ടെയ്നർ എടുക്കാനാണ്. അപ്പൊ ഞാൻ ഈ റൂട്ടിൽ ഓടാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരുമിച്ച് 2 20 ഫീറ്റിന്റെ കണ്ടെയ്നർ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ടെയ്നർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തെത്തി കണ്ടെയ്നർ എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഈ കണ്ടെയ്നറിന്റെ ഉൾവശം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇത് കണ്ടില്ലേ, ഇതിന്റെ ടോപ്പ് വരുന്നത് പായ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന് നേരെ ബെൽജിയത്തിലുള്ള ആൻഡ്രൂപ്പിലുള്ള ഒരു പോർട്ട് കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ അത്രയൊക്കെ തന്നെ. അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഇന്നത്തെ പോലെ ഇന്നത്തെ ഒരു ദിവസവും അടിപൊളിയായിരിക്കും.